വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഗൈസ് നമ്മളുടെ ഗ്രാനി 3യുടെ ഒരു പുതിയൊരു കിടിലെ വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇന്നെന്തായാലും വന്നേക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, ഏകദേശം ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ കേരളമൊക്കെ ഇട്ടിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഗ്രാനിയുടെ ആയിരുന്നു. പക്ഷെ അതിലാണെങ്കിൽ ഗ്രാനി കേരളമൊക്കെ എന്നെ കളഞ്ഞിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരു കാറിൻ്റെ അടുത്ത് വെച്ച് എന്നെ എന്തായാലും കത്തിച്ച് കളഞ്ഞിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് സംഭവം എന്നൊന്നും ഒരു പിടിയും തന്നെ നമ്മളെന്തായാലും ഇല്ലായിരുന്നു. ഓക്കെ നമ്മളിങ്ങനെ എഗെയിൻ നമ്മളെന്തായാലും നമ്മുടെ ഗ്രാനി 3യിൽ നമ്മളിങ്ങനെ വീണ്ടും വന്നേക്കാണ്. ഈ ഒരു ഗെയിമിന് ഒരു പ്രത്യേക കലക്കം ഉണ്ട്. നമ്മളാണെങ്കിൽ ഏതാണ് പ്രാക്ടീസ് മോഡിട്ടാണ് നമ്മൾ കളിക്കാനായിട്ട് എന്തായാലും പോകണം. നമ്മൾ വേറൊരു ദിവസം എന്തായാലും നമ്മുടെ ഗ്രാൻഡ് പേ വെച്ച് നമ്മളെന്തായാലും അല്ലാതെ വീഡിയോ കണക്കെ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളെന്തായാലും ഏതാണ് പ്രാക്ടീസ് മോഡാണ് കണക്കാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസ് എപ്പോഴും നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ എല്ലാം ഓക്കെ. ഇതിലോട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും എന്നെ സബ്സ്ക്രൈബ് ആരും തന്നെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യണില്ല. 444 തന്നെ കിടക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്നലെയാണെങ്കിൽ ഒരു വീഡിയോ കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വെബ് സീരീസ്. ആരെങ്കിലും കാണാത്തവരാണെങ്കിൽ പോയി കാണാം. പൊളി വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഗ്രാൻഡ് പേങ്ങളൊക്കെ നമ്മളെ വെടിച്ച് കൊല്ലാനായിട്ട് പോകണം. ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഓക്കെ, അയാളും കണക്കെ നമ്മളെ വെടിച്ച് കൊന്നിട്ടുണ്ട്. ഈ ഒരു ഏതാണ് പ്രാക്ടീസ് മോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേയും കാര്യങ്ങളൊക്കെ ഇല്ല. ഇതെന്ന് വെച്ചാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയാണ് നേരെ കളിക്കുക എന്നുള്ളൊരു രീതി ഉള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അവർ രണ്ടൊരു ഒരു വെക്കേഷന് കാര്യങ്ങളൊക്കെ എന്തായാലും പോയേക്കാണ്. ഓക്കെ, അവരെന്തിനാണ് വെക്കേഷന് പോയതെന്നൊന്നും എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല. ഓക്കെ, അവരെന്തായാലും ഒരു വെക്കേഷന് കാര്യങ്ങളൊക്കെ എന്തായാലും പോയേക്കാണ്. ഇതൊക്കെ ബാക്കിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, ഞാനിതാണെങ്കിൽ ഇതിലാണെങ്കിൽ പിന്നെ 3 വട്ടം ഞാൻ എന്തായാലും കളിച്ചെന്നാലും നോക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രാക്ടീസ് മോഡ് കാര്യങ്ങളൊക്കെ ഇട്ടോക്കെ നമ്മൾ വേറൊരു ദിവസം എന്നാലും ഗ്രാൻഡ് പേ വെച്ച് നമ്മളല്ലാതെ കളിക്കുന്നതാണ്. ഓക്കെ, ഈ ഗെയിം എങ്ങനെയാണെന്ന് ഒരു ഐഡിയ തന്നെ എനിക്കില്ലായിരുന്നു. ഓക്കെ, നമുക്ക് ഗ്രാൻഡ് പേരോടെ റിവെഞ്ച് ചെയ്യണം കേസ്. ഓക്കെ നമ്മളങ്ങനെ ഇറങ്ങിയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ഈ പ്രാക്ടീസ് മോഡിലാണ് ചിലതൊക്കെ ഫുള്ള് പൂട്ടി വെച്ചേക്കണം. അതൊക്കെ നമ്മൾ തുറന്നെടുക്കണം. നമുക്ക് പക്ഷെ എന്നാലും അടിയിൽ കാര്യങ്ങളൊക്കെ എന്തായാലും പോവാം. അടിയിൽ കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്ക് എന്തായാലും കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്തായാലും ഉണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കാരണം ഇവിടെ റോബോട്ടാണ്, അതിനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഡോറ് കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. ആ റോബോട്ടുകളൊക്കെ ബാക്കി വരെയാണ്. ഓക്കെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു തേങ്ങയും തന്നെ ഇല്ല കേസ്. ഓക്കെ, ഒന്നും വെച്ചാൽ ഒന്നും തന്നെ ഇല്ല. ഓക്കെ കേസ്, ഇവിടെ വെപ്പൺ കീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ലൊരു ചാൻസ് കണക്കാണ്. നമുക്ക് വെപ്പൺ കീ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്നാൽ ഇതുകൊണ്ട് നേരെ നമുക്ക് എന്തായാലും മറ്റേ വെപ്പണും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അങ്ങനെ എടുക്കാം കേസ്. ഓക്കെ, എനിക്കിപ്പോൾ എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ അറിയാം. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചിട്ട് ഗ്രാൻഡ് പേ വെച്ച് കളിക്കാനാണ് വിചാരിച്ചു. ഓക്കെ, നമുക്കിപ്പോൾ നൈസായിട്ട് എന്നാലും മുകളിലും കാര്യങ്ങളൊക്കെ എന്തായാലും പോയി നമുക്ക് നമ്മുടെ വെപ്പണും കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇതിലാണെങ്കിൽ ഞാൻ സ്ലെൻഡറിനെയും കാര്യങ്ങളൊക്കെ എന്തായാലും വെച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്ലെൻഡറിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ശല്യം ചെയ്യും. ഓക്കെ, അതെങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഫുള്ള് കൂട്ടി ചെയ്യണം. ഇതൊന്ന് മറ്റേ മോഡിട്ട് കഴിഞ്ഞാൽ നമുക്കെന്തായാലും കാണാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും പോവാം. ഓക്കെ, ഇവിടെ മെയിൻ ഫ്രണ്ടിലത്തെ ഡോറിനൊക്കെ തുറന്നിറങ്ങണം. നമ്മൾ തൽക്കാലത്തേക്ക് ഒന്ന് പൂട്ടാം. ഇവിടെ ഗ്രാൻഡ് പേ ആരും തന്നെ ഇല്ല. ഓക്കെ, സ്ലെൻഡറിനെ മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യാത്തൊന്നും തന്നില്ല. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ വെപ്പണും കാര്യങ്ങളൊക്കെ പോയി എടുക്കുക. ഇതാണ് വെപ്പൺ ഇരിക്കണ ഒരു റൂമും കാര്യങ്ങളൊക്കെ. നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഇത് വെച്ചെന്നാലും നമ്മുടെ വെപ്പണും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇത് വെച്ച് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് ഈ വീടൊക്കെ ഫുള്ളായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ നമുക്ക് ഇവിടെ നൈസായിട്ട് ഇലക്ട്രിക് സ്വിച്ച് കാണാൻ കിട്ടി. എന്ത് എസ്കേപ്പ് നടത്തണമെന്ന് ഒരു ഐഡിയ തന്നെ ഇല്ല കേസ്. ഓക്കെ, ഏതെങ്കിലും ഒരു എസ്കേപ്പ് കണക്കെ നടത്തണം. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് ഈ ഒരു ഡോറൊക്കെ ഫുള്ളായിട്ട് എന്തായാലും അങ്ങ് കുത്തി തുറക്കാം. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് ഈ ഒരു ഡോർ കണക്കെ കുത്തി തുറന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ടോയ്ലറ്റാണ്. ഓക്കെ, നമുക്ക് കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. നമുക്കെന്തായാലും ഫസ്റ്റ് എന്തായാലും നമുക്കിപ്പോൾ അടിയിൽ കാര്യങ്ങളൊക്കെ എന്തായാലും പോവാം. നമുക്ക് ഫുള്ളായിട്ട് ഈ വീട് സെർച്ച് ചെയ്യണം. ഓക്കെ, നമുക്കെന്തായാലും പോയി കുറേ കല്ലുകളും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്കെന്തായാലും കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ എന്തായാലും പോയി കളക്ട് ചെയ്ത് തരാം. കല്ലും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിൽ കുറേ കല്ലുകൾ കളക്ട് ചെയ്തിട്ട് എന്നാലും വരാം. ഓക്കെ നമ്മളങ്ങനെ നൈസായിട്ട് എന്നാലും കല്ല് കാര്യങ്ങളൊക്കെ നൈസായിട്ട് എന്തായാലും നമ്മളെന്തായാലും എടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആകെ കിട്ടിയ 2 കല്ലും കാര്യങ്ങളൊക്കെയാണ്. ഈ കല്ല് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ക്രൗബാറും കാര്യങ്ങളൊക്കെ എടുക്കണം. അതിനായിട്ടാണ്. നമുക്കപ്പോൾ നൈസായിട്ട് ഈ ഗ്ലാസ് കാര്യങ്ങളൊക്കെ തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറുന്നത് ആ ക്രൗബാർ എടുക്കാം. എൻ്റെ പിന്നെ ഈ സ്ലെൻഡറിനെ എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഷെക്കിയും അതേപോലെ തന്നെ ക്രൗബാറും ഉണ്ട്. നമുക്ക് നൈസായിട്ട് ഫസ്റ്റ് ക്രൗബാർ എടുക്കും. ഫസ്റ്റ് എന്തായാലും സ്ലെൻഡറിനെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒഴിവാങ്ങും. ഫസ്റ്റ് ആ ടെഡീനെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഫയർ വുഡാണ് കിട്ടിയത്.
നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയി ഷെഡ് കാര്യങ്ങളൊക്കെ പോയി ഓപ്പൺ ആക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും ഷെഡ് കീ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് എന്തായാലും ഉണ്ട്. നമുക്കാണെങ്കിൽ കുറേ കീ കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, നമുക്ക് ഇതിൽ 2 കിട്ടിയിട്ടുണ്ട്. വെപ്പൺ കീയും നമുക്ക് ഏതാണ് വെപ്പൺ കീയും പിന്നെ ഈ ഒരു ഷെഡ് കീയും കിട്ടി. ഇനി നമുക്ക് പെഡ്ലോക്ക് കീ വേണം, സേഫ് കീ വേണം, അങ്ങനെ കുറേ കീകൾ കാര്യങ്ങളൊക്കെ വേണം നമുക്ക്. ഓക്കെ, അങ്ങനെ കുറേ പരിപാടികൾ ഞങ്ങൾക്ക് ഉണ്ട് കേസ്. ഓക്കെ, ഈ സ്ലെൻഡറിനെ ആഡ് ആക്കണ്ടായിരുന്നു. ഓക്കെ, ചുമ്മാ ആഡ് ആക്കിയാണെങ്കിൽ നമുക്ക് എന്തായാലും നൈസായിട്ട് പോയി കല്ലും കൂടെ പോയി എന്തായാലും എടുത്തിട്ട് വരാം. ഓക്കെ, കല്ലും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, നമ്മുടെ മറ്റേ ഏതാണ് ഗ്രാൻഡ് പേയും ഗ്രാനിയും ഉണ്ടായിരുന്നു, നമുക്ക് ഷോർട്ട് ഗൺ കിട്ടുമായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് അങ്ങ് പോവാം. ഒരു കല്ല് പോലും ഇല്ലേ? നമുക്കിങ്ങനെ സ്ലെൻഡറീനയുടെ ആ ഒരു പാവം കിടന്നു. ഇതാണ് എൻ്റെ പൊന്നെ. ഈ സ്ലെൻഡറീന ഭയങ്കര ശല്യമാണ്, എപ്പോഴും വന്ന് എന്നെ ശല്യം ചെയ്യണം. ഓക്കെ, കിട്ടി ഇപ്പോൾ ആ ശല്യം തീർന്നു. ഓക്കെ, അതുപോലെ എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ചുമയും ജലദോഷം കാര്യങ്ങളൊക്കെ കൊണ്ട് കേസ്. ഓക്കെ, ഇതൊക്കെ ഉണ്ടായിട്ടാണ് കേസ് വീഡിയോ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ഇല്ല പ്ലീസ്. അന്നൊക്കെ ആണെങ്കിൽ എന്തൊക്കെയായിരുന്നു, അടിപൊളിയായിട്ട് റോക്കറ്റ് പോലെ സബ്സ്ക്രൈബൊക്കെ കയറിപ്പോയി. പിന്നെ അത് പിന്നെ കുറഞ്ഞു. ഓക്കെ, 444 തന്നെ സ്റ്റില്ലായി നിൽക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും തന്നെ എന്തായാലും പോയി സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ ഈ ഡോറ് കുത്തി പൊട്ടിക്കുക. ഓക്കെ, നമ്മൾ ഈ സ്ലെൻഡറിനെ കാര്യങ്ങളൊക്കെ നൈസായിട്ടൊക്കെ ഒഴിവാക്കണം. ഓക്കെ, നമ്മുടെ ഏതാണ് സേഫായിട്ടുള്ള സ്ഥലങ്ങളെന്ന് വെച്ചാൽ അടി കൂടെ ഉള്ള ഒരു ഗ്യാപ്പില്ലേ, അതാണ് ഒന്നാമത്തെ സേഫ് സ്ഥലം. രണ്ടാമത്തെ ഈ സ്ലെൻഡറീനയുടെ റൂം. ഇവിടെ ഗ്രാനയ്ക്കും ഗ്രാൻഡ് പോയ്ക്കും വരാൻ പറ്റും. ഓക്കെ, വയസ്സായവരല്ലേ കേസ്, എങ്ങനെ ചാടിയൊക്കെ വരും. ഓക്കെ, നമുക്ക് തന്നെ നൈസായിട്ട് ഈ സ്ലെൻഡറീനെയും ഞങ്ങൾക്ക് നൈസായിട്ട് ഒഴിവാക്കാം. ഓക്കെ, ഇവിടെ സ്ലെൻഡറീനെയും ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവളിപ്പോൾ എന്തായാലും മാന്യങ്ങളൊക്കെ പോകുന്നതാണ്. എന്നിട്ട് എന്തെങ്കിലും തന്നിട്ട് നമുക്ക് പോകും. നമുക്ക് കീകളും ഞങ്ങളൊക്കെ വേണം. ഓക്കെ, ഇത് ട്രെയിൻ കീ ഞങ്ങളൊക്കെയാണ്. ഓക്കെ, ഇല്ല പെഡ്ലോക്ക് കീയാണ്, മാറിപ്പോയി. ഇത് പെഡ്ലോക്ക് കീയാണ്, ഇതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ബ്രിഡ്ജ് എസ്കേപ്പാണ് നടത്താനായിട്ട് പ്ലാൻ ചെയ്യണം. ഓക്കെ, ബ്രിഡ്ജ് എസ്കേപ്പ് കാര്യങ്ങളൊക്കെയാണ് നടത്താനായിട്ട് പ്ലാൻ ചെയ്യണം. ഓക്കെ, സ്പ്ലെൻഡറിനയുടെ ശല്യം തീർന്നിട്ടുണ്ട്. നമുക്ക് സേഫ് കീ ബാക്കി കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് നൈസായിട്ട് ഈ പെഡ്ലോക്ക് കീ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ ആക്സിലേറ്റർ ഉണ്ട്. നമുക്ക് ഫ്യൂസ് അങ്ങനെ കുറേ സാധനങ്ങൾ വേണം കേസ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ വീട് കണക്കെ കംപ്ലീറ്റ് ചെയ്തൊന്ന് തപ്പി നോക്കാം. സേഫ് കീ പെഡ്ലോക്ക് കീ കിട്ടി. ഓക്കെ, നമുക്ക് തന്നെ നൈസായിട്ട് അടി പോയി നമുക്ക് ക്രൗബാറിന് നമുക്ക് പോയി എടുത്തിട്ട് വരാം. സോറി, എന്തായാലും ഈ സ്ഥിതിക്ക് ഇവിടെ വന്നില്ല, അതുകൊണ്ട് നൈസായിട്ട് ഇതങ്ങ് നൈസായിട്ട് അങ്ങ് ഓപ്പൺ ആക്കി നോക്കാം. അപ്പം നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ സേഫ് കീ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സേഫ് കീ കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ നമുക്ക് എന്തായാലും ബാക്കി സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാനായിട്ട് എന്തായാലും പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമുക്ക് ഇവിടെ എന്തായാലും കുറേ കണക്ക് എന്തായാലും കണ്ടുപിടിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആണെങ്കിൽ എനിക്കാണെങ്കിൽ പ്ലാങ്ക് കിട്ടി. അതേപോലെ തന്നെ നമുക്കാണെങ്കിൽ ഏതാണ് ജനറേറ്ററിൻ്റെ കേബിൾ കിട്ടി. സേഫ് കീ കിട്ടിയില്ല, ഫ്യൂസ് കിട്ടിയില്ല, അങ്ങനെ കുറേ സാധനമൊന്നും കിട്ടിയില്ല. നമുക്ക് ഫ്യൂസ് കിട്ടിയാലേ ഇനി ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ജനറേറ്ററിൻ്റെ ബാക്കി സാധനമൊക്കെ ഞാൻ ഇവിടെ ഫുള്ളായിട്ട് കിച്ചൺ അരിച്ചുറക്കാണ്. നമുക്ക് പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്ലാങ്ക് വെച്ച് നമുക്ക് മുകളിലോട്ട് പോകാനാണ്. ഓക്കെ, നമുക്കിവിടെ മാച്ച് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ വുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ അടിയിലെ ഒരു ബോക്സിൻ്റെ അതുകൊണ്ട് നമ്മൾ ക്രോബാർ വെച്ച് ഓപ്പൺ ചെയ്തു. ഓക്കെ, നമുക്ക് നല്ല നൈസായിട്ട് പോകാം. ജനറേറ്ററിൻ്റെ കേബിൾ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് ഈ ഫ്യൂസ് കണക്ക് തപ്പാം, അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ് എല്ലാം. പിന്നെ നമുക്ക് ഈസിയായിട്ട് എസ്കേപ്പ് ആവാം ഗ്രാനിയുടെ ഈ വീട്ടിൽ നിന്ന്. ഓക്കെ, ഇത് ഇവിടെയാണ് വെക്കേണ്ടത്, ഇവിടെ അല്ല, അടുത്ത ഫ്ലോറിലാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. ഓക്കെ, ഇവർ പിന്നെ വെക്കേഷൻ പോയത് വലിയ പാടൊന്നുമില്ല. ഓക്കെ, പക്ഷേ സ്ലെൻഡറിന് ഇച്ചിരി കുഴപ്പമായിരുന്നു, അത് പക്ഷേ പോയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി പതുക്കെ ഇങ്ങനെ നടന്ന് നേരെ ആ റൂമിലോട്ട് പോവാം. ഇവിടെ ബ്രിഡ്ജിൻ്റെ സാധനം വേണം. ഇവിടെ അതൊന്നും ഇല്ല, ഇവിടെ ഇതുണ്ട്. പക്ഷേ നമുക്ക് ബ്രിഡ്ജിൻ്റെ തിരിക്കണ ഒരു സാധനമല്ലേ കേസ്, അത് വേണം. പിന്നെ ഫ്യൂസ് വേണം. ഇത്രയും കിട്ടിയാൽ ഓക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഏറ്റവും അടിയിൽ പോയി വേറെ കുറച്ച് പരിപാടിയുണ്ട്. അതിന് മുമ്പായിട്ട് എന്തിന് ഇത്രയും കഷ്ടപ്പെടണം, നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് ചാടിയേ പോരെ. ഇവിടെ ചെറിയൊരു എളുപ്പ വഴിയുണ്ട്. ഓക്കെ,
ഇവിടെ നിന്ന് ഇങ്ങനത്തെ ചാടിയാണ് ഇത്ര സിമ്പിൾ പരിപാടിയൊക്കെ. ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പുണ്ട്, എന്നിടത്ത് ഇങ്ങനെ ചാടിയാൽ മതി. ചുമ്മാ എന്തിനാ സ്റ്റെപ്പ് വരെ ഇറങ്ങിയിറങ്ങാം. ഓക്കെ, ഗ്രാനിയുടെ കാറിൻ്റെ ഡിക്കിയൊക്കെ തുറന്നില്ല, അതിൻ്റെ അതൊന്നുമില്ല. കേബിളുണ്ട്, അതാ അവിടെ കിടക്കട്ടെ. മുറി നോക്കില്ല നമ്മള്, അതിൻ്റെ അതൊന്നും ഒന്നുമില്ല. നോക്കപ്പോൾ ഇനി ആ കാക്കേനെ ഓടിക്കണം. ഓക്കെ, ഇതിൻ്റെ മണ്ടയ്ക്കൊരു കാക്കേനെ ഇറങ്ങുണ്ട്, ആ കാക്കേനെ ഓടിക്കണം. ഓക്കെ, കാക്കേനെ ഓടിക്കാനാണ് പ്ലാങ്ക് വേണം. പ്ലാങ്കുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, പേടിക്കണ്ട. ഇതെവിടെ കിടപ്പുണ്ട് പ്ലാങ്ക്. കാക്കേനെ ഓടിച്ച് എന്ത് കിട്ടും. ഓക്കെ, നമുക്ക് ഫ്യൂസും പിന്നെ മറ്റേ ആ ബ്രിഡ്ജിൻ്റെ ആ സാധനം വേണം. പിന്നെ അതൊന്നുമില്ലല്ലോ. നമുക്കിപ്പോൾ നേരെ എന്തായാലും മുകളിലോട്ട് എന്തായാലും പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നൈസായിട്ട് എന്തായാലും ഗൈസ് നമ്മളെന്തായാലും ആ ഒരു ഏതാണ് വുഡിൻ്റെ ഒരു പ്ലാങ്കല്ല സോറി, ആ വുഡിൻ്റെ ഒരു പീസില്ല, അതിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീയും കളക്കെ ഇടാം. ഓക്കെ, ഇത് ഗ്രാനി കളിക്കണവരാണെങ്കിൽ ശ്രദ്ധിക്കണം, ഈ ഒരു പ്ലാങ്ക് കളക്കെ ഇവിടെ വെക്കണം. എന്നിട്ടാണ് ഞാൻ നൈസായിട്ട് തീയും കളക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഇവിടെ സേഫ്റ്റി കിട്ടിയിരുന്നാലും ഉണ്ടായിരുന്നു. ഓക്കെ, താഴത്തെ ഒരു സൈഡിൽ ചെറിയൊരു ഡ്രോഡൊന്നും കിട്ടി. ഞാൻ കാക്ക ഓടിക്കണം, അപ്പോൾ ഈ സേഫ്റ്റി വെച്ച് തുറക്കും. ഇതൊക്കെ തുറന്നതാണ്, ഇവിടെ വല്ലതും ഉണ്ടാ. അതേപോലെ തന്നെ ഈ ഒരു ഗെയിമിലാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഗ്രാനിയൊന്നുമില്ല, അവർ വെക്കേഷനിൽ അടിച്ച് പൊളിക്കാം. ഓക്കെ, നമ്മളാണെങ്കിൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടത്. ഓക്കെ, സേഫ്റ്റി ഇവിടെ വെച്ചാണ് തുറക്കേണ്ടത്, ആ ഒരു ബാത്റൂമിൻ്റെ ആ ഒരു അവിടെ. ഓക്കെ, നമുക്കപ്പോൾ അതെടുക്കാം. പിന്നെ ജനറേറ്ററിൻ്റെ അതുകൊണ്ട് പെട്ലോക്കിയാണ്, ട്രെയിൻ കീ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, അതൊന്നും ആവശ്യമാണ്, നമ്മൾ ബ്രിഡ്ജ് എസ്കേപ്പാണ് നടത്താൻ. ഓക്കെ ഓക്കെ, അത് ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടിട്ടൊക്കെ സേഫ്റ്റി ഇവിടെ കിടക്കണം. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സേഫ്റ്റികളൊക്കെ ഈ ഒരു സൈഡത്തെ ഈ ഡ്രോയിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ എടുത്ത് അവിടെ കൊണ്ടിട്ടാൽ മാച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുറേ പരിപാടി ഉണ്ട്. ഓക്കെ, അത്രയ്ക്ക് ഈസി ഒന്നും അല്ല. ഓക്കെ, ഗ്രാനി ഗ്രാൻഡ് വേണ്ടെങ്കിൽ നല്ല പണിയാണ്. ഓക്കെ, ഇതിപ്പോൾ അവർ വെക്കേഷന് പോയിട്ട് വലിയ പാടില്ല, എന്നാലും കണ്ടുപിടിക്കുന്നതൊക്കെ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ 3 വട്ടം കളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവരാണ് ബ്രിഡ്ജിൻ്റെ ആണ് കിട്ടി ക്രാക്ക്. നമുക്ക് നൈസായിട്ട് കൊണ്ടുവയ്ക്കാം. ഓക്കെ, നമ്മളങ്ങനെ നേരെ അടി പോവാണ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്തായാലും ഇനി കാണാം കേസ്. ഓക്കെ, സാധനങ്ങൾ ഞങ്ങളൊക്കെ ഇനി കണ്ടുപിടിക്കണം. ഫ്യൂസ് ആണ് കേസ് ഇനി. ഓക്കെ ഓക്കെ, ഞങ്ങൾ അത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഫ്യൂസ് അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്തായാലും വരാം. ഓക്കെ ഓക്കെ ഗായ്സ്, അവിടെ ഇപ്പോൾ ഞാൻ എന്തായാലും കളിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഞാനാണെങ്കിൽ എന്നിട്ട് നമ്മുടെ ജനറേറ്ററിൻ്റെ കേബിളില്ല, അതിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ CCTV കാണാൻ ഓണായി, പക്ഷേ ഫ്യൂസൊന്നും ഇതിലോട്ട് കിട്ടിയില്ല. ഓക്കെ, നമുക്കാണെങ്കിൽ എന്തോ ഒരു കപ്പ് പോലത്തെ എന്തോ സാധനം കിട്ടിയത്, അത് ഞാൻ മറ്റേ സ്പ്രിങ് ഷൂട്ട് വെച്ച് അടിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയാണ്, നമ്മുടെ വെപ്പൺ വെച്ച്. ഓക്കെ, ഒരെണ്ണം കിട്ടി, അത് അപ്പുറത്ത് കിടക്കുകയാണ്. ഓക്കെ, സ്ലെൻഡറീനയുടെ മുറിയുടെ ഇപ്പുറത്തുള്ള റൂമിലൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതുകൊണ്ട് നേരെ അണ്ടർഗ്രൗണ്ടിലല്ലോ, അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ കൊണ്ടാക്കി. ഓക്കെ, നമുക്കിതോടെ ഫ്യൂസ് കിട്ടിയില്ല. ഓക്കെ, നമുക്ക് ഏകദേശം നമ്മുടെ ട്രെയിൻ എസ്കേപ്പ് നടത്താനുള്ള സാധനങ്ങളെല്ലാം കിട്ടി, പക്ഷേ നമുക്ക് ഏതാണ് ഫ്യൂസ് കിട്ടിയത്. ഓക്കെ, ഇതിവിടെ വയ്ക്കാം. എന്താണ് ഓക്കെ, ഇവിടെ തന്നെ വെക്കേണ്ടതെന്നാണ്. ഞാൻ അവിടെ പെട്ലോക്ക് ഇട്ട് ഇവിടെ തുറന്നു നോക്കി, ഇവിടെ എന്തെങ്കിലും ചെയ്താൽ വല്ലതും കിട്ടുമെന്ന് വിചാരിക്കണേ. നമുക്ക് എന്തായാലും പോയി മറ്റേ സാധനങ്ങൾ പോയി എടുത്തിട്ട് വരാം. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു ഫ്യൂസ് കിട്ടണം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്തായാലും മറ്റേ ട്രെയിൻ എസ്കേപ്പാണ് നടത്താൻ. ഓക്കെ, അതിൻ്റെ സാധനങ്ങളെല്ലാം കിട്ടി. എനിക്ക് മറ്റേ കാക്കേനെ ഓടിച്ചപ്പോൾ ഒരു ഇത് കിട്ടി, കീ കിട്ടി. ഓക്കെ, നമുക്ക് എന്തായാലും പോയിട്ട് അടുത്ത കപ്പ് എടുക്കാം. ഓക്കെ, ഫ്യൂസ് എങ്ങനെയെങ്കിലും വേണം. ഓക്കെ, അപ്പോൾ അതെടുക്കണമെങ്കിൽ നമുക്ക് മണ്ടയ്ക്കണം. സ്ലെൻഡറീനയുടെ മുറിയില്ലേ, അതിൻ്റെ അപ്പുറത്തുള്ള മുറി. ഓക്കെ, പക്ഷെ അത് സ്ലെൻഡറീനയുടെ മുറിയാണെന്ന് തോന്നുന്നു. ഓക്കെ, സ്ലെൻഡറീനയുടെ മുറിയാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, ഇവിടെ കിടക്കുകയാണ് ആ സാധനം. ഓക്കെ, നമുക്ക് നല്ല നൈസായിട്ടൊരു കാര്യം ചെയ്യാം. എന്തായാലും ഇതുവരെ നമുക്ക് അതുകൊണ്ട് ലിഫ്റ്റ് പിടിച്ച് പോകാം. അയ്യോ ഗൈസ്, നമ്മളെ ചത്ത്. അത് പേടിക്കേണ്ട കേസ്. ഓക്കെ, പക്ഷെ നമ്മൾ ചത്താലും എങ്ങനെയാണെന്നോ നമ്മൾ സെല്ലിൽ പോകണം, അതാണ് ഞാൻ ആലോചിക്കണത്. നമ്മുടെ Day 2 ആണ്, ചാടണ്ടായിരുന്നിടത്ത്. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് ഇത് വെച്ച് പൊട്ടിച്ച് തുറക്കാം. കൂടെ തുറന്നിടാം ആവശ്യം പറഞ്ഞെങ്കിലേ. ഓക്കെ, ഇനി ഇതും തുറക്കണം കേസ്. ഓക്കെ, അത് കാണിച്ചിട്ട്. ഓക്കെ, നമ്മുടെ ആ ഒരു ഏതാണ്
മറ്റേ സാധനമല്ലേ ഒരു ചട്ടി പോലത്തെ സാധനം, ചട്ടിയല്ല എന്തോ ഒരു വേസ് ഒക്കെ, ഒരു പാത്രം പോലത്തെ സാധനമല്ലേ അത് ഇവിടെ കിടക്കുകയാണ്. എലവേറ്റർ മുകളിലോട്ടങ്ങ് വിടാം, ആവശ്യം വരും നമുക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് ഓക്കെ. ഇവിടെയൊക്കെ നോക്കി, ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല എനിക്ക്. ഫ്യൂസ് കൂടെ കിട്ടിയാൽ ഓക്കെ. ഇത് വെച്ച് കഴിഞ്ഞാൽ വല്ലതും കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇത് വെച്ചാൽ എന്തോ കിട്ടുമെന്ന് തോന്നണം. ഓക്കെ, അറിഞ്ഞൂടാ. 2 കുപ്പി പോലത്തെ സാധനം കൂടെ കൊണ്ട് വെച്ചത്, ഇനി എന്താ ഒന്ന് സംഭവിക്കണം നോക്കാം. ഓക്കെ, എന്താണ് അതിനിടെ ഹെവിയർ, അതെന്തോണ്? ഓ, ഇവിടെ എന്തോ സാധനം കൂടെ വെക്കണം കേട്ടോ. ഓക്കെ, അതിന് നമുക്ക് കണ്ടുപിടിക്കണം അത് എവിടെ നിന്നാണ് അത് കിട്ടണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് എനിക്കിപ്പോൾ ഒന്നും കിട്ടിയില്ല. എനിക്കെന്തെങ്കിലും ഫ്യൂസ് കിട്ടണം. അതിന് മുമ്പായിട്ട് ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട്, അതെന്താണെന്തോ. നമുക്കെന്തായാലും നൈസായിട്ടൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നൈസായിട്ട് അങ്ങനെ ട്രെയിൻ എസ്കേപ്പിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേസ്. ഓക്കെ, ഡോർ എസ്കേപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതിന് നടക്കത്തില്ല. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഈ കോയിൻ കൊണ്ടിട്ട് ട്രെയിനിൻ്റെ ആ ഒരു ഇത് എടുക്കാം. ഓക്കെ, ട്രെയിനിൻ്റെ ആക്സിലറേറ്റർ കിട്ടി, കീ കിട്ടി, അങ്ങനെ കുറേ സാധനം കിട്ടി കേസ്. ഓക്കെ, ഇവിടെ ഇടാം, ടിക്കറ്റ് എടുക്കാം. ഓക്കെ ഓക്കെ, നമ്മുടെ കാര്യം ട്രെയിൻ എസ്കേപ്പ് നടത്താൻ മുമ്പായിട്ട് സാധനങ്ങളൊക്കെ പോയി എടുത്തിട്ട് വരാം. എനിക്ക് ഫ്യൂസ് കിട്ടിയില്ല, ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ എന്തായാലും ട്രെയിൻ എസ്കേപ്പ് കളൊക്കെ നടത്താനുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടാണ്. നമുക്ക് ട്രെയിൻ എസ്കേപ്പ് നടത്താൻ നമുക്ക് ഫ്യൂസ് കിട്ടിയില്ല. ഓക്കെ, നമ്മളെല്ലാം ഓണാക്കി, പക്ഷേ ഫ്യൂസ് കിട്ടിയില്ല. ഓക്കെ, ഫ്യൂസ് കിട്ടിയെങ്കിൽ നമുക്ക് പോവായിരുന്നു, പക്ഷേ ഫ്യൂസേ തപ്പി വയ്ക്കും, ഉറടാൻ കണ്ടില്ല കേസ്. ഓക്കെ, ഫ്യൂസ് ഇല്ലാതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഗേറ്റ് ഇറക്കത്തില്ല. ഓക്കെ, നമുക്കിവിടെ എന്തായാലും ട്രെയിൻ എസ്കേപ്പ് നടത്താനുള്ള എല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, എടുത്താൽ ഓണാക്കാം. ഓക്കെ, ഇനി ആക്സിലേറ്ററും കീയും കൂടെ വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഡോറ് ഞാൻ തുറന്നിട്ടുണ്ട്. ഓക്കെ, നൈസായിട്ട് ഇത് തുറക്കാം. ഇവിടെ കീടാണ്. ഓക്കെ, അവിടെ ഇട്ട് ഓക്കെ, നമുക്ക് നൈസായിട്ട് ട്രെയിനിൻ്റെ കീ എടുക്കാം. നമ്മളങ്ങനെ ഫൈനലി ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് എന്നാലും പോവുകയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ട്രെയിൻ ഓണാക്കി. നമ്മളെന്തായാലും ഇത് ഡോറിങ്ങളൊക്കെ അടയ്ക്കാം. അല്ല, ഇത് എന്തിനാണ് ബാക്കിലത്തെ ഡോറിങ്ങൾ തുറന്നത്? ഓക്കെ, നമ്മളെന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു ട്രെയിൻ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇപ്പം ടൈം ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ ഒരു ഇതുങ്ങളൊക്കെ ഓണാക്കാം. ഓക്കെ, നൈസായിട്ട് അങ്ങനെ ഓണായിട്ടുണ്ട്. ട്രെയിനുകളൊക്കെ കുറച്ച് പുറകോട്ട് പോയിട്ട് നേരെ ഫ്രണ്ടിലോട്ട് പോകാനായിട്ടാണ്. പക്ഷേ ഒരു ഗ്രാനി, നിങ്ങൾ വരുമ്പം ഇവിടെ സ്ലെൻഡറിനെ മാത്രമേ കാണൂ. എല്ലാം ഇടിച്ച് കൊടുക്കുന്നു. സ്ലെൻഡറിനെ അല്ല, എന്നാലും വരും. ഓക്കെ ഓക്കെ, എന്തുകൊണ്ട് ഇവിടെ സ്ലെൻഡറിൻ്റെ അത് കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, തമ്മിൽ ഉണ്ടാക്കാനാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും വേറെ കുറേ എസ്കേപ്പായി വരുന്നതാണ്. ഇതിൽ പുതിയൊരു അപ്ഡേറ്റ് ഒക്കെ വന്നു, പക്ഷേ അത് കുറച്ച് പരിപാടിയുണ്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും.